കടുത്ത ചൂടിൽ ജില്ലയിലെ ജലസംഭരണികളും വറ്റിവരളുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ഇടുക്കിയിലും ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ്. മുല്ലപ്പെരിയാറിലും ജലനിരപ്പിൽ കുറവുണ്ടായി. ജലസംഭരണികൾ മിക്കതും വറ്റിവരേണ്ട അവസ്ഥയിലുമാണ്. ഇടുക്കിയിൽ ഇന്നലെ ജലനിരപ്പ് 2334.60 അടിയിലെത്തി. ഇത് സംഭരണശേഷിയുടെ 33.49%. കഴിഞ്ഞ വർഷം ഇത് 41.20% 2025 ഇതേ ദിവസത്തെ അപേക്ഷിച്ച് 10 അടിയുടെ കുറവാണ് ഇത്തവണ ഉള്ളത്. ഇടുക്കിയിലെ പരമാവധി സംഭരണശേഷി 2403 അടിയാണ്. ഇത്തവണ വേനൽമഴ ലഭിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ച തുലാവർഷവും ലഭിച്ചിട്ടില്ല. സംഭരണിയിലേക്ക് ഒഴുകിയിരുന്ന ആറുകളും തോടുകളും അരുവികളും നീർച്ചാലുകളുമെല്ലാം വറ്റി വരണ്ടു. ചെറുകിട സംഭരണികളിലെ സ്ഥിതിയും മറിച്ചല്ല. മിക്ക അണക്കെട്ടുകളും വറ്റി വരേണ്ട അവസ്ഥയിലാണ്. ചെറുതും വലുതുമായ 15-ൽ പരം ജലസംഭരണികളാണ് ജില്ലയിലുള്ളത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പിലെ കുറവ് കാരണം ബോട്ട് സർവീസിലും നിയന്ത്രണം ഏർപ്പെടുത്തി. വേനൽ ചൂട് വർദ്ധിച്ചതോടെ വൈദ്യുതി ഉൽപാദനവും റെക്കോർഡിലാണ്. മൂലമറ്റത്ത് കഴിഞ്ഞ ദിവസം 12.054 ദശലക്ഷം വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൈദ്യുതി ഉപഭോഗവും അനുദിനം കൂടി വരികയാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള വൈകുന്നേരം മുതൽ രാത്രി വരെ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റത്ത് പരമാവധി ഉൽപാദനം നടത്തുന്നുണ്ട്. 130 മെഗാവാട്ട് വീതം ശേഷിയുള്ള 6 ജനറേറ്ററുകളാണ് ഇവിടെയുള്ളത്. പദ്ധതി പ്രദേശത്ത് ഉൾപ്പെടെ വേനൽമഴ ലഭിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും നേരിയ തോതിൽ കുറഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 6-ന് 110.20 അടിയിലെത്തി. മുൻവർഷം ഇതേ ദിവസം അണക്കെട്ടിൽ 113.90 അടി വെള്ളമാണ് ഉണ്ടായിരുന്നത്. മുൻവർഷത്തേക്കാൾ 3.70 അടി വെള്ളത്തിന്റെ കുറവാണ് വന്നിട്ടുള്ളത്. 24 മണിക്കൂറിൽ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 108 ഘനയടി വീതം വെള്ളം ഒഴുകിയെത്തിയപ്പോൾ തമിഴ്നാട് 200 ഘനയടി വെള്ളം വീതം കൊണ്ടുപോകുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.